എന്താ? മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് സുഖശയനത്തില. വീണ് കിട്ടിയൊരവസരം എനിക്കൂടി പങ്കുവയ്ക്കണമെന്നുണ്ടോ? വേറെയും മുറികൾ ഒഴിഞ്ഞിടപ്പുണ്ട് ഇവിടെ. എന്തു പറ്റി കുട്ടി നിനക്ക്? ഇങ്ങനെയൊക്കെ ആകേണ്ടതായിരുന്നോ നിന്റെ ജന്മം? വർഷങ്ങൾക്ക് ശേഷം നിന്നെ ആശുപത്രിയിൽ വെച്ച് കണ്ടപ്പോ നിന്റെ ഉയർച്ചയിൽ എനിക്ക് അഭിമാനം തോന്നിയതാ. മനസ്സ് നിറഞ്ഞ് നിന്നെ ഞാൻ അനുഗ്രഹിച്ചു. എന്നിട്ടിപ്പോ സഹിക്കാൻ കഴിയുന്നില്ല കുട്ടി. എവിടെയാ നിനക്ക് പിഴച്ചത്? പറയൂ. കൈവിട്ടുപോയ ജീവിതം മകൾക്ക് തിരിച്ചു കിട്ടിയതിൽ മനം നിറഞ്ഞു കഴിയുന്ന അച്ഛൻ ഈ ഒരു ദുരന്തത്തിന്റെ കൂടി കഥ എറിഞ്ഞ് തളർന്നു വീഴും മുൻപ് എല്ലാം എനിക്ക് അവസാനിപ്പിക്കണം. നിനക്കതിന് കഴിയൂ കുട്ടി? നിന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. എല്ലാം അറിയുന്ന എനിക്ക് പോലും നിന്നെ സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്. രാഷ്ട്രീയക്കാരന്റെ കയ്യിലെ വെറും ചട്ടുകം മാത്രമാണ് പോലീസ്. നേതാവിന്റെ വ്യഭിചാരത്തിന് കാവൽ നിൽക്കാൻ നിയോഗിക്കപ്പെട്ടതുകൊണ്ട് നിന്നെ ഇങ്ങനെ കാണാനിടയായി. അല്പം ബാക്കിയുണ്ടായിരുന്ന മനസമാധാനം അതിന് നിന്റെ ഓർമ്മകൾ കൊണ്ടുപോകും. എന്നെ ഓർത്ത് സാറ് വിഷമിക്കരുത്. ഇനിയുള്ള ജീവിതം എനിക്ക് അഭിനയമാണ്. കഴുത്തിലണിഞ്ഞിരിക്കുന്ന ഈ താലിയുടെ ബലത്തിൽ ഇതേ ബാബുജിയുടെ മനസ്സ് കീഴടക്കി ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തും. കാൽ തെറ്റി വീഴുമ്പോൾ ഒന്ന് താങ്ങി നിർത്താൻ അങ്ങ് എന്നോടൊപ്പം ഉണ്ടാവണം. അദ്ദേഹത്തിന് തീരെ സുഖമില്ല. വല്ലാതെ പനിക്കുന്നുണ്ട്. വിളിച്ചിട്ട് മിണ്ടുന്നുമില്ല. അപ്പൊ സാറൊന്നും അറിഞ്ഞില്ലേ? ഇന്നലെ രാത്രി സാറിന് എന്തോ അസ്വസ്ഥതയുണ്ടായി. ധാരാളം വേർക്കുകയും പനിക്കുകയും ഒക്കെ ചെയ്തു. തട്ടി വിളിച്ചിട്ട് ഊരാനൊക്കെ ഉണ്ടായില്ല. ആ കുട്ടി വല്ലാതെ പരിഭ്രമിച്ചു പോയി. എനിക്കൊന്നും ഓർമ്മയില്ല. ആ കുട്ടി ഒരു ഡോക്ടറാണോ സാർ? മരുന്ന് സിറിഞ്ചും ഒക്കെ ആ കുട്ടി എഴുതി തന്നിട്ടാ വാങ്ങിക്കൊണ്ടുവന്ന്. ഒരു ഇഞ്ചക്ഷൻ ആ കുട്ടി തന്നപ്പോ സാറൊരു മയക്കത്തിലായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടോ സാർ? ആ,
ഇത്തിരി ഹൈ BP ഉണ്ട്. ഏതായാലും ആ കുട്ടി കൂടെ ഉണ്ടായത് ഭാഗ്യമായി. ആ സാർ, കൺട്രോൾ റൂമിൽ നിന്ന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. പാർട്ടി പ്രസിഡന്റിന്റെ കേരള വിസിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഹോം മിനിസ്റ്ററുമായിട്ടൊന്ന് ബന്ധപ്പെടണമെന്ന്. ആ, നമുക്ക് ഉടനെ പുറപ്പെടാം. സാർ, എണീറ്റോ? എന്റെ ജീവൻ രക്ഷിച്ചതിന് എന്താ ഞാൻ നിനക്ക് പകരം തരേണ്ടത്? അപ്പോഴത്തെ ആവശ്യത്തിൽ കെട്ടിയതാണെങ്കിലും ഞാൻ ഈ കെട്ടിയ താലി അർത്ഥപൂർണമാകുകയാണെന്ന് ഇപ്പൊ തോന്നുന്നു. നിന്നെ ഞാൻ ഡൽഹിയിലേക്ക് കൊണ്ടുപോട്ടെ. അതൊക്കെ പിന്നെ. നിയമത്തിന്റെ മുന്നിൽ ഞാൻ ഇപ്പോഴും ശ്രീഹർഷന്റെ ഭാര്യയാണ്. പിന്നെ മാമാജിയുടെ കൽപ്പനകൾ അനുസരിക്കേണ്ടവളും. അവരുടെയൊക്കെ ശത്രുത അങ്ങയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്ന നമ്മുടെ പാർട്ടിയെ യഥാർത്ഥത്തിൽ നയിക്കുന്നത് മാമാജിയാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? നീ എന്താ പത്രക്കാർ ചോദിക്കുന്ന പോലെ? എന്നാ കേട്ടോ, എന്റെ ശീതള ഛായയെ തഴച്ചു വളരുന്ന ഒരു ഇത്തിക്കണ്ണി, ഞാൻ പറിച്ചു കളഞ്ഞാൽ ഉണങ്ങിക്കരിഞ്ഞു പോകുന്ന ഒരു കാട്ടുവള്ളി, അത്രമാത്രം. പക്ഷേ അയാളെ പിണക്കാൻ പറ്റില്ല. ചാണക്യ സൂത്രത്തെ പോലും വെല്ലുന്ന കുടില തന്ത്രങ്ങളുടെ മുഖ്യ ശില്പിയാണകൾ. രാഷ്ട്രീയം ഒന്നും പറഞ്ഞാൽ ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. ആര് പറഞ്ഞു? ഒന്ന് പറഞ്ഞു നോക്ക്. ആരാധനാലയങ്ങളുടെ കുംഭഗോപുരങ്ങൾ തകർന്നു വീഴുന്ന UP-യുടെ മണം, മിഷണറിമാരെ ചുട്ടുകൊല്ലുന്ന ഒറീസയുടെ മണം. എന്താ വല്ലതും മനസ്സിലായോ? അപ്പോ ഇതിലൊക്കെ നമ്മുടെ പാർട്ടിക്ക് പങ്കുണ്ടെന്ന്. ആഹാ, അപ്പോ ഏതാണ്ടൊക്കെ നിനക്കും അറിയാം. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നരേന്ദ്രബാബുജിയുടെ ഭാര്യയ്ക്ക് രാഷ്ട്രീയം അറിയില്ലെന്ന് പറഞ്ഞ ആർക്കാ നാണക്കേട്? ശരിയാ, എന്നോടൊപ്പം ഭരണചക്രം തിരിക്കാൻ നിന്റെ കരങ്ങൾ കൂടി ഉണ്ടാവണം. നമസ്കാരം സാർ. നമസ്കാരം. വരണം സർ. ആ, ഹലോ. ഹലോ. വരൂ. യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ഇവിടുന്ന് ഡൽഹിയിലേക്കും തിരിച്ചിങ്ങോട്ടുമുള്ള എൻ്റെ ഈ ഓട്ടപ്രദർശനത്തിനിടയിൽ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല. അതിനാൽ എന്നെ സഹായിക്കാൻ ഒരു പേഴ്സണൽ സെക്രട്ടറിയെ ഞാൻ നിയോഗിച്ചിരിക്കുക, മിസ്സിസ് സുകന്യ ശ്രീഹർഷൻ. എടോ, ഇത് പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാ. ഇരിക്കും. താങ്ക് യു. സ്വാതന്ത്ര്യ സമര സേനാനി കേസരി ഗോവിന്ദപിള്ളയുടെ മകൻ ശ്രീഹർഷന്റെ ഭാര്യയാണ് സുകന്യ. ഇന്ന് എന്റെ അഭാവത്തിൽ പാർട്ടിയുടെ നയപരമായ എല്ലാ ചർച്ചകളിലും സുകന്യ ഉണ്ടാവും. അപ്പോ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ബാബുജി, ഒരു സെക്കൻഡ്. ജസ്റ്റ് എ മിനിറ്റ്. ബാബുജി ഉപദേശിക്കാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല, എനിക്കറിയാം. എന്നാലും പറയുക, ഇത്രയും വേണ്ടിയില്ല. കാര്യം എന്താന്ന് വെച്ചാൽ പറയടോ. ഇന്നലെ കയറി വന്നൊരു പീറപ്പെണ്ണിനെ വെറുതെ ആളാക്കി തലയിൽ വെക്കുന്ന കാര്യത്തിൽ ചിലർക്കൊക്കെ മുറുമുറുപ്പം. ഓ, അത് ശരി. ആരാടോ ചിലര്? നമ്മുടെ ഈ മുറുമുറുപ്പ് ലോബി- തനിക്കാന്ന് പറ. തന്റെ അടുത്ത് ഞാൻ ഇത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നതാ. മറൈൻ ഡ്രൈവിന്റെ കേസ് ജയിപ്പിച്ചു തന്നതിന് തരകൻ വക്കീലിന് പാരിതോഷികമായി അവളെ താൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അങ്ങനെ വല്ല വാഗ്ദാനവും ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോഴേ അങ്ങ് പിൻവലിച്ചേക്കണം. ലീഡറുടെ പേഴ്സണൽ സെക്രട്ടറി പബ്ലിക് പ്രോപ്പർട്ടി ആയാൽ നാണക്കേട് എനിക്കാടോ. ഓ, ഇതിനും മാത്രം എന്ത് കൈവശം അവള് കുത്തി വെച്ചിരിക്കുന്നത്? എന്നാലും പറയുക, അവള് ചവിട്ടേറ്റ പാമ്പാ. എന്നായാലും തിരിച്ചു കൊത്തും, അത് മറക്കണ്ട. അങ്ങനൊരു മനസ്സവക്കുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ ജീവിച്ചിരിക്കില്ലായിരുന്നോ? അതറിയോ തനിക്ക്? അബോധാവസ്ഥയിൽ കിടന്ന എന്നെ ഒരവൺസ് വിഷം കുത്തിവെച്ച് കൊല്ലാമായിരുന്നില്ല അവക്ക് ഇന്നലെ തന്നെ. അത് ചിലപ്പോ. അതൊക്കെ പോട്ടെ. ആ മറൈൻ ഡ്രൈവിന്റെ കേസിന്റെ വിധിയുടെ പകർപ്പെടുക്കണം. 3 വശവും കായൽ സൗകര്യമുള്ള പ്ലോട്ടിന് കുറഞ്ഞത് 50 കോടിയെങ്കിലും മതിക്കുമെന്നാ പറയുന്നത്. വിധി അനുകൂലമെന്ന് കേട്ടപ്പോ അന്താരാഷ്ട്ര വ്യവസായ പ്രമുഖരിൽ പലരും എന്നെ വിളിക്കാൻ തുടങ്ങിയടോ. അയ്യോ, ആർക്കെങ്കിലും കയറി വാക്കൊന്നും കൊടുത്തേക്കരുത്. 1-2 പദ്ധതികൾ ഞാനും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പലർക്കും മോഹങ്ങളൊക്കെ ഉണ്ടാവും. കാട്ടിലെ തടി തേവരുടെ ആന, തനിക്ക് മോഹിക്കാം. പക്ഷേ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറാകണം. സ്വാതന്ത്ര്യ സമര സേനാനി കേസരി ഗോവിന്ദപിള്ള എന്ന കള്ളപ്പേരിൽ ഒപ്പിച്ചെടുത്ത സ്ഥലം പാർട്ടിക്ക് വേണ്ടി വിട്ടുതരാൻ അങ്ങേര് പോലും തയ്യാറായില്ലേ?
പട്ടിണി കിടന്ന് സായിപ്പിന്റെ ചവിട്ടുകൊണ്ട പാവങ്ങൾക്ക് എന്തിനാണോ മറൈൻ ഡ്രൈവിൽ സ്മാരകം? അവർക്ക് വല്ല വയനാട്ടിലോ കാസർഗോട്ടിലോ ഒരേക്കർ സ്ഥലം പതിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ സ്ഥലം പാർട്ടി സെക്രട്ടറിയായ എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ട ഏർപ്പാട് ചെയ്യണം. ബാബുജി, താൻ ഞെട്ടണ്ടോ? 50% ഷെയറും വാങ്ങി സ്വകാര്യ ചാനലിന്റെ പാർട്ണർഷിപ്പിൽ ഞാൻ ഒപ്പുവെച്ചതേ രാഷ്ട്രീയത്തിൽ എനിക്ക് മാത്രമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാ. വേണമെങ്കിൽ ആ തണലിൽ തനിക്കൊന്ന് വിലസാം. പക്ഷെ ഈ സ്ഥലം ചാനലിന് വിട്ടുകൊടുക്കാനാ എന്റെ തീരുമാനം. ഇത് ചതിയായിപ്പോയി ബാബുജി. ഞാൻ ബാബുജിയുടെ ഒപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ. റിട്ടയർ ചെയ്യാൻ നേരത്ത് പാർട്ടി സ്വാധീനം കൊണ്ട് താൻ നേടിയെടുത്ത IPSുമായി എന്റെ തണലിൽ വല്ലാതങ്ങ് വിലസി. ആവശ്യത്തിനും അനാവശ്യത്തിനും നടത്തിയ വെടിവെപ്പിന്റെയും കൊലപാതകത്തിന്റെയും രഹസ്യങ്ങൾ അടങ്ങുന്ന ബ്ലാക്ക് ബോക്സ് ഇപ്പോഴും ഞാൻ വെച്ച് പൂട്ടിയിട്ടുണ്ട്. മരിച്ചവന്റെ ഏതെങ്കിലും ഒരു ബന്ധു അതും പൊക്കിക്കൊണ്ട് ഹൈക്കോടതി വന്നാൽ ആ ബ്ലാക്ക് ബോക്സ് ഞാൻ അങ്ങ് തുറക്കും. പിന്നെ തന്റെ കഴുത്തിൽ എപ്പ കയറ് വീണെന്ന് ചോദിച്ചാ മതി. മായാവിയുടെ അത്ഭുത വിദ്യകൾ അറിയാവുന്ന ഒരു സുഹൃത്തെന്ന നിലയിൽ കൂടെ കൊണ്ടു നടന്ന് ഇവിടം വരെ എത്തിച്ചു. അധികം മുന്നോട്ട് നയിച്ചാൽ അത് എന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളാണെന്നും എനിക്കറിയാവടോ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ.